ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയിലത്തെ വിശേഷമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം, ശനിയാഴ്ച എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ആർക്കും ക്ലാസ്സില്ല. മറ്റേ പാച്ചുവിനും ഇല്ല, തോമൂനും ഇല്ല. അങ്ങനെ രണ്ടുപേരും ഇന്നെനിക്ക് തോന്നുന്നു ചാക്കോച്ചൻ കുറേ ലേറ്റായിട്ട് എണീറ്റേന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും കുറേ വൈകിട്ട് എണീറ്റ്. അപ്പോൾ പിള്ളേരുകൾ ഇതാ പുറത്ത് നിന്ന് കളി തുടങ്ങി. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പകലും നമ്മൾ റോബോട്ടിനെ ഇറക്കി വിടും കേട്ടോ. കാരണം കുട്ടികൾ ഈ അകത്ത് കിടന്ന് കളിക്കുമ്പോൾ അവർ കിടന്ന് കളിക്കുകയൊക്കെ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളെ അപ്പാപ്പൻ്റെ കൂടെ പുറത്തേക്ക് ഇറക്കി വിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് രാവിലെ നൂഡിൽസായിരുന്നു. അപ്പോൾ പിള്ളേർസിന് രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് അവരും കഴിക്കുക. കാരണം നമ്മൾ എണീക്കുമ്പോൾ ലേറ്റ് ആവുമ്പോൾ അതനുസരിച്ച് കഴിക്കുന്ന സമയം കുറച്ച് അങ്ങോട്ട് ലേറ്റ് ആവും കേട്ടോ. അങ്ങനെ അവരിതേ പുറത്ത് അപ്പാപ്പൻ്റെ കൂടെ റോബോട്ട് അതിൻ്റെ പണി ചെയ്യണം. അപ്പോൾ നമ്മൾ സോഫ ഹൈറ്റിൽ വെച്ചതിന് ശേഷം നല്ല എളുപ്പമായിട്ടോ കാര്യങ്ങൾക്ക് നമുക്ക് അടിയിലൊക്കെ ക്ലീനായിട്ട് പോകുന്നുണ്ട്. മറ്റേത് സോഫയുടെ അടിയിൽ നമ്മൾ സോഫ ഇടയ്ക്കും ഒന്ന് മാറ്റിയിട്ടിട്ട് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതേ വന്ന് നോക്കിയപ്പോഴാണ് ലുലുവിൻ്റെ ഓഫർ കിടക്കുന്നത്. അപ്പോൾ തൊട്ട് തുടങ്ങി കുട്ടികൾ 2 ദിവസമായി പറഞ്ഞു തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ഇവരെയും കൊണ്ട് പിള്ളേർസിനെയും കൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ എളുപ്പമില്ല. അപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെയുണ്ട്. ഇവർ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു രക്ഷയുണ്ടാവില്ല, നിയന്ത്രിക്കാൻ പറ്റില്ല. നമ്മൾ പോയതും പോവാത്തതും കണക്കാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, എന്നാൽ നമുക്ക് 3 പേർക്കും കൂടി പോവാം. അപ്പോൾ ഡാഡിയും ഡോണും വെല്ലിങ്ങാണ്. അപ്പോൾ എന്നാൽ പിന്നെ ചാക്കോച്ചൻ്റെ കാര്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ചാക്കോച്ചൻ്റെ കാര്യം കൂടി ഒരു തീരുമാനമായിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇന്ന് പുതിയ കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കുന്നതിൻ്റെയും അതിൻ്റെയൊക്കെ തിരക്കിലാണ് 2 പേരും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ ഇറച്ചി ഇപ്പുറത്തേക്ക് ഫ്രീസറിൽ നിന്ന് ഫ്രിഡ്ജിലേക്കൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എടുത്ത് വെക്കല്ലേ വേണ്ടു. അപ്പോൾ രാവിലെ ഞാൻ പതിവ് പോലെ തുണികളൊക്കെ എടുത്ത് മടക്കി വെച്ചു. അപ്പോൾ ഒരുവിധം എല്ലാതും ഇങ്ങനെ ഇടുന്ന കാരണം ഉണങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വർഷക്കാലം എന്നൊരു തോന്നൽ വരുന്നില്ല. പിന്നെ പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ. പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ 7 ദിവസം ഉണ്ടെങ്കിൽ 5 ജോഡി ഡ്രസ്സാവും. എൻ്റെയൊക്കെ ചെറുപ്പകാലത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ, ഇപ്പോഴല്ല. അപ്പോൾ ഈ 5 ജോഡി ഡ്രസ്സ് ഇങ്ങനെ മാറി വരുമ്പോഴേക്കും ഇങ്ങനെ ഉണങ്ങണത് നോക്കി നിൽക്കും ചില സമയത്ത്. അപ്പോൾ ഇപ്പം അങ്ങനെയല്ല. അന്നെന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ വീടുകളും കാര്യങ്ങളൊന്നും അല്ലല്ലോ. ജനലേമെന്ന് പിടിച്ച് കെട്ടുക ഒക്കെ വ്യത്യാസമല്ല. അപ്പം എങ്ങനെ വന്നാലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഒന്നാമത് ഡ്രസ്സുകളുടെ എണ്ണം തന്നെ വളരെ കൂടുതലാണ്. അപ്പോൾ 7 ദിവസം ഉണ്ടെങ്കിൽ 17 ഡ്രസ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഉണങ്ങാനായാലും പല സജ്ജീകരണങ്ങളാണ്. ഇപ്പോൾ വാഷിംഗ് മെഷീനിൽ തന്നെ ഒരുവിധം ഡ്രൈ ആയിട്ടാണ് വരുന്നത്. പിന്നെ ഡ്രസ്സ് അടിച്ചതിൻ്റെ അടിയിലിടണം. പിന്നെ അവിടെ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ അകത്തേക്ക് ഇടുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്പീഡായിട്ടാണ് നമുക്ക് കാര്യങ്ങൾ നീങ്ങണത്. അപ്പോൾ ഇങ്ങനെയും കൂടെ ആയപ്പോൾ ഞാൻ ഈ വർഷമാണ് ഈ ബുദ്ധി ചെയ്തത് കേട്ടോ. അതുവരെ ഞാൻ മുകളിൽ കൊണ്ട് കെട്ടിയിട്ട് കയറി ഇറങ്ങലായിരുന്നു. അപ്പോൾ ഇത് ഞാൻ വേണ്ട വെച്ചിട്ട് കെട്ടിയതാണ്. പക്ഷേ ഭയങ്കര ഉപകാരമായി. അപ്പോൾ ഇതൊക്കെ കുറേ ക്ലിപ്പ് ബാംഗിൾസാണ് കേട്ടോ. റൂബിയുടെ മാത്രം ക്ലിപ്പ് ബാംഗിൾസാണ്. കുറേ പേർക്കൊക്കെ അറിയാൻ തോന്നുന്നുണ്ട്, കാരണം ഇത് മുമ്പത്തെ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതുണ്ട്. പിന്നെ പുതിയ ഡിസൈൻസും ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ആവശ്യപ്പെടുന്നവർക്ക് ഇതുപോലെ കാണിച്ചു കൊടുക്കും. ചിലർക്ക് ഇങ്ങനെ ഡയമണ്ടിൻ്റെ വളകളിൽ എങ്ങനെയാണ് ക്ലിപ്പ് ബാംഗിൾസ് എന്നറിയില്ല. അപ്പോൾ നമ്മളതിങ്ങനെ ഈ വീഡിയോ ഇങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ തുറക്കാൻ അറിയാണ്ട് എവിടെയെങ്കിലും വാങ്ങിച്ചതായാലും ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ചിലരെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് പകരം പിടിച്ചൊരു വലിക്കുമ്പോൾ അത് 2 പീസായിട്ട് കയ്യിൽ പോരും. അങ്ങനെ 3 ആൾ നിന്ന് കളിക്കുകയാണ്. അപ്പോൾ കളിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോൾസൺ പേപ്പം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താ പറയുക, അവരെ പോൾസേട്ടനെ കാത്തിട്ട് ഇറങ്ങിയത്. അപ്പോൾ റോബോട്ടിൻ്റെ പണികൾ അവിടെ കഴിച്ച് വരുമ്പോഴേക്കും ഇവരുടെ എന്താ പറയുക പുറത്തത്തെ കളിയും കഴിഞ്ഞ് കയറട്ടെ എന്ന് വിചാരിച്ചു. പാച്ചു എങ്ങനെയാണെന്ന് ചിലപ്പോൾ ഈ പിള്ളേർസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആരെങ്കിലും വരണമെന്ന് പറഞ്ഞാൽ ഇവർ ഓടി മുറ്റത്തേക്ക് ഇറങ്ങുള്ളൂ, അല്ലെങ്കിൽ പോകാൻ പറഞ്ഞാൽ പോവില്ല. അങ്ങനെ 3 ആളും ഇപ്പോൾ പുറത്തിരുന്ന് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡിംപിൾ ഫോട്ടോസ് എടുത്തതാണ്. പണ്ടത്തെ നമ്മൾ ഓരോ ഫോട്ടോസ് ഉണ്ടാവില്ലേ, പണ്ട് കുട്ടികളൊക്കെ ഇരുന്നിട്ട് ഉള്ള ഫോട്ടോസ്, അതുപോലെ തോന്നിയിട്ടോ. കണ്ടപ്പോൾ നല്ല ഒരു കൗതുകം തോന്നി. ഞാൻ അക്കിക്കും അയച്ചു കൊടുത്തു. അങ്ങനെ ഇത് ഞാൻ പോൾസൺ പേപ്പർ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവർ ജനലിൽ കൂടെ ഞങ്ങളെ ഇടയ്ക്ക് പറ്റിക്കും വന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചാക്കോച്ചൻ ഇറങ്ങി ഓടിട്ടു. അപ്പോൾ ഇന്ന് കോളിംഗ് ബെൽ അടിച്ചപ്പോൾ ഇവരുടെ വിചാരം പേപ്പനാണ്. പക്ഷേ പേപ്പനല്ല വന്നത്. ആൾ വന്നത് അന്ന് നമ്മുടെ ഫ്രിഡ്ജും AC ഒക്കെ നന്നാക്കിയില്ലേ, അപ്പോൾ ബോർഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ചാക്കോച്ചൻ നിന്ന് വർത്താനം പറയണം. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ പോൾസൺ പേപ്പർ അവിടെ വന്നു. അപ്പോൾ ഇവൻ
കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതാ ഇപ്പോഴാണ് കണ്ടത്. അപ്പോൾ കുട്ടികൾ കാത്തിരിക്കുകയായിരുന്നു. കണ്ടു കഴിഞ്ഞപ്പോഴത്തെ അവൻ്റെ ആഘോഷമാണ് ഈ കാണുന്നത് കേട്ടോ. ഭയങ്കര, ഞാൻ എപ്പോഴും പറയും, ഇവിടെ ഡോണും ഡിവൈനും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവനാണ് പോൾസൺ പേപ്പനും അക്കിട്ടോ. അത് കഴിഞ്ഞിട്ടൊക്കെ ഉള്ളൂ ഞാനും. പോൾസൺ പേപ്പൻ എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ജീവനാണ്. പോൾസേട്ടനും അത് അങ്ങനെയാണ് കേട്ടോ, തിരിച്ചും. അങ്ങനെ പോൾസേട്ടൻ വന്നിരുന്നപ്പോൾ കിടന്ന് കളിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം കൂടുമ്പോൾ ചാക്കോച്ചനെ കണ്ടില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഞങ്ങൾ ഇവനെ അങ്ങോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ പോൾസേട്ടൻ വല്ലയിടത്തേക്ക് പോണ വഴിക്ക് ഇങ്ങനെ കയറും. അക്കിക്ക് പിന്നെ ഞാൻ എപ്പോഴും വീഡിയോ കോൾ ചെയ്യും. അപ്പോൾ പോൾസൺ പേപ്പർ വന്നപ്പോഴത്തെ ആഹ്ലാദമാണ് ഈ കാണിക്കുന്നത്. ചാക്കോച്ചൻ ഡാൻസോട് ഡാൻസാണ്. അപ്പോൾ നാളെ കഴിഞ്ഞ് ബെന്നുട്ടൻ വരും. അപ്പോൾ ബെന്നുട്ടൻ വരുമ്പോൾ അവൻ്റെ കൂടെ കളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ചേട്ടന്മാർ എന്താ പറയുക, അനിയനെ വെട്ടിക്കണ പോലെ കളിച്ചെങ്കിലും അനിയനാണ് മിടുക്കനായിട്ട് ഈ വക കാര്യങ്ങൾ ഇല്ലാണ്ട് കളിക്കാം കേട്ടോ. അങ്ങനെ പോൾസേട്ടൻ പോയി കഴിഞ്ഞപ്പോൾ അവർ മുറ്റത്തേക്ക് ഇറങ്ങി അവരുടെ കളിയും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ തോമു എനിക്ക് തോന്നുന്നു ആ സമയത്ത് അകത്താണ്. അതെ, തോമു അകത്താണ്. ഇവന്മാരുടെ പണിയാണ് കേട്ടോ. കണ്ടു, ഫുൾ ഇത് താഴെ ഇട്ടിട്ട്. അപ്പോൾ പിന്നെ തുടച്ച് പോയ കാരണം കുഴപ്പമില്ല. ഇതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഒരു തുടയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ കുറേ പേര് നമ്മളോട് ചോദിച്ചായിരുന്നു ഫുൾ ടൈം ഒരാളെ വെച്ചുകൂടെ എന്നുള്ളത്. ഒന്നാമത് ഒരാളെ കൃത്യമായിട്ട് കിട്ടണില്ല. രണ്ടാമത് ഇങ്ങനെ 3-4 നേരം ഒരാളോട് തുടയ്ക്കാൻ പറയാമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. നമ്മൾ ഒരാളോട് എന്താ പറയുക, ഒരു വട്ടം 2 വട്ടം ആവും. കുട്ടികളാകുമ്പോൾ അവർ എപ്പോഴും ഇങ്ങനെ അഴുക്കാക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ പണ്ടുള്ളവരെങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടറിഞ്ഞ് ചെയ്യും. ഇപ്പം നമ്മളത് പറഞ്ഞു കഴിയുമ്പോൾ അവർക്കും അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ മാക്സിമം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് റോബോട്ടുമ്മ പിടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ അത് ഞാൻ പിന്നെ പറയാം, പോയ വിശേഷമൊക്കെ പിന്നെ പറയാം കേട്ടോ. അങ്ങനെ പുതിയ സ്റ്റോക്ക് ഇടേണ്ട കാര്യത്തിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് പുതിയ സ്റ്റോക്ക് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് കേട്ടോ. ഈ പ്രാവശ്യം മീൻസ് ഈ 2-3 ദിവസം കൊണ്ട് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് നമ്മളുടെ മറ്റേ പ്ലേറ്റഡ് ഐറ്റം അല്ല, ഫാൻസിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു വിലയുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എത്ര വില ഉണ്ടാവുമെന്ന്. നമ്മൾ മറ്റേതൊക്കെ 4 അക്കമൊക്കെ ആണെങ്കിൽ ഇത് 3 അക്ക സംഖ്യ വില വരണുള്ളൂ. അതും നിങ്ങൾ വിചാരിക്കാത്ത അത്രയും കുറവിലാണ് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് മറ്റേ ഫാൻസിയാണ്, ഒരിക്കലും പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് അല്ല കേട്ടോ. ആ കൂട്ടത്തിൽ കൂട്ടരുത്, കാരണം അതിൻ്റെ വിലയും അത്ര തന്നെയുള്ളൂ. പക്ഷേ ഓണം അല്ലെങ്കിൽ എന്തെങ്കിലും പട്ടുപാവാട ഇടുമ്പോൾ, അല്ലെങ്കിൽ ഒരു സെറ്റ് കൊണ്ട് ഇടുമ്പോൾ, അല്ലെങ്കിൽ ഒരു പട്ടുസാരി ഉടുക്കുമ്പോഴൊക്കെ നമുക്കിതിങ്ങനെ ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പട്ടുസാരി എന്ന് പറഞ്ഞാൽ കല്യാണങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഒന്നും പോകാനല്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ ഉച്ചയിലത്തെ ഭക്ഷണം കഴിക്കുകയാണ്. ഇത് കഴിക്കാതിരുന്നപ്പോഴാണ് ഞങ്ങൾക്കൊരു ചെറിയൊരു ആലോചന വന്നത്. നമുക്ക് 3 പേർക്കും കൂടി ഒന്ന് പോയാലോ ലുലുവിൽക്കുന്ന. അപ്പോൾ അങ്ങനെ അക്കിയോട് ഡിവൈൻ വിളിച്ച് വെച്ചപ്പോൾ ചാക്കോച്ചനെ അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുട്ടികളെ 3 ആക്കി സ്പ്ലിറ്റ് ചെയ്തു കേട്ടോ. ചാക്കോച്ചൻ അക്കിയുടെ അടുത്ത് പോയി, ഡോൺ തോമൂനെ കൊണ്ടുപോയി, പാച്ചും അപ്പാപ്പനും വീട്ടിലിരുന്നോളാമെന്ന് പറഞ്ഞു. കാരണം പാച്ചുവിന് അപ്പാപ്പ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 ആക്കി തിരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു പോയിട്ട് വരുമ്പോഴേക്കും പട്ടികൾക്ക് വിശക്കും. അപ്പോൾ അവർക്കുള്ള പാല് ഞാൻ വേഗം തന്നെ റെഡിയാക്കി കൊടുത്തു. അപ്പോൾ അത് അഴിച്ചിട്ടപ്പോൾ അവരുടെ സ്നേഹപ്രകടനമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ പാത്രങ്ങൾ വേഗം ഡിംപിൾ വാഷ് ചെയ്തു. ഡിവൈൻ കുട്ടികളെ കുളിപ്പിക്കാനായിട്ട് മുകളിലേക്ക് കൊണ്ടുപോയിട്ടോ. അപ്പോൾ അതോട് കൂടിയിട്ട് ഡിംപിൾ കിച്ചൺ ഒതുക്കലോട് കൂടിയിട്ട് ഞാൻ വേഗം തുണികളെടുത്ത് അകത്തേക്ക് ഇട്ടു. ഇപ്പോൾ അതൊരു പണിയാണല്ലോ രാത്രിയാകുമ്പോൾ പുറത്തത്തെ തുണികളെടുത്ത് അകത്തേക്ക് ഇടാന്നുള്ളത്. അപ്പോൾ ഞാനത് നേരത്തോടെ ഇട്ടു. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, വന്നു കഴിയുമ്പോൾ കൊണ്ടുവന്ന സാധനങ്ങൾ ഒതുക്കുന്ന വലിയൊരു പണി ഉണ്ടാവുന്നു. അങ്ങനെ അവരൊക്കെ കുളിക്കാനും മാറാനൊക്കെ പോയ സമയം കൊണ്ട് ഞാൻ വേഗം കാപ്പി വെച്ചു. അപ്പോൾ കോഫിയാണ് ഇന്ന് വെച്ചത് കേട്ടോ. വെച്ചിട്ട് ഡാഡിക്കുള്ളതും അവിടെ മാറ്റി വെച്ചു, ഞങ്ങൾക്ക് 3 പേർക്ക് കുടിക്കാനുള്ളതും വെച്ചു. അപ്പോൾ ഡാഡിക്ക് ഇന്ന് ഒരു ക്രീം ബണ്ണും ഇതും കൂടി മാറ്റി വെച്ചിട്ടാണ് ഞാൻ കാപ്പിക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കിയത് കേട്ടോ. അപ്പോൾ പാച്ചു ഉറങ്ങുകയാണെങ്കിൽ നല്ലോണം നേരം കിടന്നുറങ്ങും. അപ്പോൾ ഇന്ന് ഉറങ്ങാനുള്ള എല്ലാ ലക്ഷണവും കാണാണ്ട്. അപ്പോൾ അപ്പാപ്പനും മോനും കിടന്ന് എണീക്കിനോട് കൂടി അപ്പാപ്പന് കാപ്പി കുടിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾക്കും കുടിക്കാൻ വേണ്ടിയിട്ട് വെച്ച് ഞങ്ങളും ഓരോ ഗ്ലാസ് കുടിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ 3 ആൾ 3 പാച്ചുട്ടൻ അപ്പാപ്പൻ്റെ കൂടെ കിടന്നിട്ട് സുഖമായിട്ട് ഉറങ്ങി. ശരിക്കും ഞങ്ങൾ വരണേൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പ്, ഞങ്ങൾ വരുമ്പോഴാണ് വണ്ടിയുടെ ഒച്ച കേട്ടിട്ട് ഓടി വന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോവാൻ യാത്രയായി. പെട്ടെന്ന് എടുത്ത ഒരു പരിപാടിയാണ്. പെട്ടെന്നെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 1/2 മണിക്കൂർ കൊണ്ട് പ്ലാൻ ചെയ്തതാണ്. അക്കിക്ക് അവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞെങ്കിൽ പിന്നെ ഞങ്ങളുടെ പ്ലാൻ മുടങ്ങിയാണ് കേട്ടോ. പക്ഷേ അക്കിയും ചേച്ചിയൊക്കെ അവിടെ ഫ്രീ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം പ്ലാനൊക്കെ ഒന്ന്
എന്താ പറയുക, നിന്ന് തന്നെ ആവാം എന്ന് വിചാരിച്ചിട്ട് 3ആയി തിരിഞ്ഞതാണ്. അങ്ങനെ ഞങ്ങൾ 3 പേരും വല്ലപ്പോഴും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടാറുള്ളൂ കേട്ടോ. മിക്കവാറും ഡാഡി ഞങ്ങളുടെ കൂടെ ഉണ്ടാവാറുണ്ട്. ഇന്ന് ഡാഡിയും ഇല്ല. ഞങ്ങൾ 3 പെണ്ണുങ്ങൾ കൂടിയിട്ടാണ് യാത്ര. കാരണം ലുലുവിലേക്കാണ് പോണത് കേട്ടോ. ഞാനത് പറഞ്ഞില്ലല്ലോ അല്ലേ. നമ്മൾ ലുലുവിലേക്കാണ് പോണത്. കാലത്ത് ആ പേപ്പർ കണ്ടോട് കൂടിയിട്ട് ഞങ്ങളുടെ 3 പേരും ഇങ്ങനെ വേണം വേണ്ട വേണം വേണ്ടാന്ന് വെച്ചിട്ടായി. പിന്നെ അങ്ങോട്ട് വേണം, നമുക്ക് അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ പാച്ചുവിൻ്റെ അടുത്ത് ഡാഡി കിടന്നുറങ്ങുക. അപ്പോൾ അതുകൊണ്ട് വാതിൽ പതുക്കെ ചാരിയിട്ട് പോരണത്. അപ്പോൾ ഡാഡി കുറച്ച് കഴിയുമ്പോൾ പതുക്കെ എണീറ്റിട്ട് അകത്തുനിന്ന് കുറ്റിയിട്ടുള്ളൂല്ലോ. അങ്ങനെ ഇറങ്ങുമ്പോഴാണ് ഞങ്ങൾ സ്ഥിരമുള്ളത് ഈ ഫോട്ടോ എടുക്കൽ കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുക്കും. ഞാൻ 3 പേരും ഒന്നിച്ചെടുക്കും. അതൊക്കെ എടുത്തത് ഡിവൈൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഡിവൈൻ്റെ ഫോണിലാണ്. നിങ്ങൾക്ക് നാളത്തെ വ്ളോഗിൽ ചിലപ്പോൾ ഉണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് കിട്ടുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഞാൻ എടുത്ത് മറ്റേ ഓൺലൈനിൽ നിന്ന് എടുത്ത സെറ്റാണ് കേട്ടോ. അത് കോട്ടനാണ്, നല്ല കോട്ടനാണ്, ഇടാനും നല്ല സുഖമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ 4XL ആണ് എടുക്കുന്നത്. എടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്യും, കാരണം വയറ് നല്ലോണം ഉണ്ട്. അപ്പോൾ ഞാൻ ഡിമ്പിളിനോട് പറയായിരുന്നു, വേണ്ടി നീ ഒന്ന് എന്നോട് പറയണ്ടേ കൈ വയറുമെന്ന് എടുക്കാമെന്ന്. ഇതിപ്പോൾ കാണുമ്പോൾ ഏതാണ്ട് പ്രസവത്തിന് പോണ പോലെ ആവില്ലടി എന്ന് ഞാൻ പറയുകയും ചെയ്തു കേട്ടോ കുട്ടിയോട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ എടുത്തത്. ഞാൻ ഓർത്തില്ല, ഞാൻ അങ്ങനെ നിന്ന് പോയി. അങ്ങനെ അതെ ഇവർ ഡിവൈനും അതേ കളിയാക്കുകയാണ്. ഓരോ പോസ് പറയുമ്പോൾ ഡിമ്പിൾ ഓരോ പോസ് പറയുമ്പോൾ കളിയാക്കുക. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഓട്ടോയിലാണ് കേട്ടോ പോയത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ വെറൈറ്റി ഒരു ദിവസമായിരുന്നു. ഒരു എന്താ പറയുക, മൊത്തത്തിലൊരു മാറ്റം. എന്നും ഈ കാറിൽ പോയിട്ട് ഇന്നൊരു ഒരു ഒരു മാറ്റം ഓട്ടോറിക്ഷയിൽ. അപ്പോൾ ഓട്ടോറിക്ഷയിൽ പോയി ഞങ്ങൾ അവിടെ ഇറങ്ങി. ഞങ്ങൾക്ക് തൊട്ടടുത്താട്ടോ. അങ്ങനെ അവിടെ ഇറങ്ങി ഞങ്ങൾ 3 പേരും ഒന്ന് ആകെ ഒന്ന് എന്താ പറയുക വിരകാൻ തീരുമാനിച്ചു എന്നൊക്കെ പറയില്ലേ. അങ്ങനെ ഈ എല്ലാ ഫ്ലോറിലും കയറി ഇറങ്ങി, കുറേ ഷോറൂമിൽ കയറി, മൊത്തത്തിൽ അങ്ങോട്ട് ഒരു അലച്ചിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വതവേ ഈ കുട്ടികൾക്ക് 2 പേർക്കും, പ്രത്യേകിച്ച് ഡിവൈനിന് 2 പേരുണ്ട്. അപ്പോൾ ഫുൾ ടൈം നേരം വെളുക്കുക വൈകുന്നേരം അതാണ് ഒരു പരിപാടി. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർക്കായിട്ടൊരു സമയം കണ്ടെത്താൻ അവർക്ക് പറ്റണില്ല. പ്രത്യേകിച്ച് ഡോണിനും ഡിവൈനും ഒറ്റയ്ക്ക് ഒരു യാത്രയോ അല്ലെങ്കിൽ ഒരു നേരം ഒറ്റയ്ക്ക് ഒരു ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റാറില്ല കേട്ടോ. അപ്പോൾ ഡിമ്പിളും ഡിവൈനും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മുങ്ങാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് 3 പേർക്കും ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ആദ്യം തന്നെ എല്ലായിടവും കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയി. അവിടെ നിന്ന് നല്ല കുനാഫയുടെ ഫലൂഡയാണ്, സൂപ്പറായിരുന്നു കേട്ടോ. അത് കഴിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് ലോഡഡ് ഫ്രൈസ് ഭയങ്കര ഇഷ്ടമാണ്, ചിക്കൻ ലോഡഡ് ഫ്രൈസ്. അപ്പോൾ അത് എനിക്കിഷ്ടമാണെന്ന് കണ്ടപ്പോൾ അവരത് ഓർഡർ ചെയ്ത്. അവർക്ക് ബർഗർ, അവർക്ക് വേറെ എന്തോ സാൻഡ്വിച്ചോ ബർഗർ അങ്ങനെ എന്തോ സംഭവമാണ്. അത് കഴിഞ്ഞ് ചിക്കനിന്ന് വാങ്ങി. അത് കഴിഞ്ഞ് ഒരു കോളയും കൂടി കുടിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ഇന്നത് വേണമെന്ന് പറയില്ല, അവരെന്താണോ വാങ്ങിക്കുന്നത് അവർക്ക് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ വാങ്ങിക്കുന്നത്. അപ്പോൾ അത് വാങ്ങിക്കേണ്ടത് എന്താണോ അത് കൂടെ ഞാനും കൂടും. ഡാഡി ആയാലും അങ്ങനെ തന്നെ കേട്ടോ. അങ്ങനെയാണ് എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ഇന്ന് വാങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ചാറിൻ്റെ സെക്ഷനിൽ കിടന്ന് 2-3 പാറ്റേൺ അച്ചാർ വാങ്ങിച്ചു. പിന്നെ ഫ്രൂട്ട് കട്ട്സ് ഒന്നും വാങ്ങിയില്ല കേട്ടോ. കാരണം നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സ് കടയിൽ നിന്ന് ഇഷ്ടം പോലെ നല്ല സാധനങ്ങൾ ഫ്രഷായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ട് ആ വഴിക്ക് പോയില്ല. പിന്നെ ഡിറ്റർജൻറ്റ് സാധനങ്ങൾ അങ്ങനത്തെ ഒന്നും വാങ്ങിച്ചില്ല. അതൊക്കെ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. പിന്നെ മെയിനായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്, ഇപ്പോൾ തോമുന് നോൺ വെജ് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കണ്ടതാട്ടോ ഈ 2 മക്കളെ മണ്ണൂത്തിയിലുള്ളവരാന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് വന്നിരുന്നു കേട്ടോ, കണ്ട് സംസാരിക്കാനായിട്ട് വന്നിരുന്നു. അപ്പോൾ ഈ കുട്ടികളോട് ഞാൻ അനുവാദം ചോദിച്ചിട്ടാട്ടോ വീഡിയോ എടുത്തത്. അപ്പം അങ്ങനെ കുറേ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു, കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. 3 പേരെ ഒന്നിച്ച് കാണുമ്പോൾ അവരും ഭയങ്കര സന്തോഷം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി കണ്ടു. ഒരു ലോഡ് സാധനമുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഞങ്ങൾ വാങ്ങിച്ചത് ഫ്രോസൺ ഫുഡ്സാണ് കേട്ടോ. ഫുഡാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ തോമുന് നമുക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ പറ്റില്ല, പാച്ചുവിനും പറ്റില്ല. അപ്പോൾ ഇവർക്ക് 6 മണിയാകുമ്പോൾ എന്തെങ്കിലും ഒന്ന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതാവുമ്പോൾ അപ്പോൾ ഡാഡിയും ഇന്ന് പറഞ്ഞു നിങ്ങൾ പോകുമ്പോൾ അത് വാങ്ങിക്കോളൂന്ന്. അപ്പോൾ ഡാഡിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒന്നുകിൽ നമ്മൾ മയോണൈസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ സോസ് ഉണ്ടാവും. സോസ് നിങ്ങൾക്കിപ്പോൾ ശരിക്കും ഇപ്പോൾ തക്കാളിക്ക് നല്ല വില കുറഞ്ഞ സമയമുള്ളവർക്ക് സോസ് ഉണ്ടാക്കി വെക്കട്ടെ, ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ മതി സോസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. ടൊമാറ്റോ സോസ് ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ്, ഉണ്ടാക്കാം. അപ്പോൾ ഉണ്ടാക്കിയൊരു ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലുണ്ടാക്കിയ സോസും മയോണൈസൊക്കെ കൂട്ടി കുട്ടികൾക്ക് ഇത് കൊടുക്കാം. അപ്പോൾ സംഭവം ഇതൊക്കെ വാങ്ങി. അപ്പോഴാണ് നമ്മുടെ ചാക്കോച്ചൻ്റെ വീഡിയോ അയച്ചു തന്നത്. ചാക്കോച്ചൻ എന്തെടുക്കണമെന്ന് ചോദിച്ചപ്പോഴാണ് വീഡിയോ അയച്ചത്. ചാക്കോച്ചനും ചേച്ചിയും കൂടി അവിടെ നല്ല കളിയാണ്. തോമും അവിടെ
ഹബ്ബിൽ തിമിത്തിയേട്ടൻ്റെ കൂടെയുള്ള കളിയാണ്. അപ്പോൾ അച്ചു സുഖമായിട്ട് ഉറങ്ങാമെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങി. നല്ല ഞങ്ങൾ കയറുമ്പോൾ അധികം ആളുണ്ടായിരുന്നില്ല, പക്ഷേ ഇറങ്ങുമ്പോഴേക്കും നല്ല തിരക്കായിട്ടോ. പിന്നെ ലുലുവിൻ്റെ ഇതിൻ്റെ പറയാനാണെങ്കിൽ നമ്മളിപ്പോൾ വീട്ടു സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോണതെന്ന് വെച്ചാൽ ഈ 50% ഓഫർ എന്ന് പറയുന്നത് നമുക്കങ്ങനെ കാര്യമായിട്ടൊന്നും തോന്നില്ല. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഒരു വീട്ടിലേക്കുള്ള സാധനങ്ങളാണ് വാങ്ങിക്കണമെന്ന് വെച്ചാൽ അതിന് അത് എനിക്ക് അത്രയ്ക്ക് തോന്നിയിട്ടില്ല. അത് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ബിസ്മി, റിലയൻസ് അങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രോസൺ ഫുഡ്, പിന്നെ മറ്റേ ബൾക്കായിട്ട് വാങ്ങിക്കുന്ന അരി, മറ്റേ അരിപ്പൊടി, ഗോതമ്പ് പൊടി, 5 കിലോ പഞ്ചസാര അങ്ങനെയൊക്കെ വാങ്ങിക്കുന്ന സംഭവം, ബിസ്ക്കറ്റുകൾ, പിന്നെ സെറ്റ് കേട് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ പോവാം. അല്ലാണ്ട് സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ബിസ്മിയിൽ ഇവിടെ 50% എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയാൽ നിങ്ങൾക്ക് അത്ര ലാഭം തോന്നില്ല. പിന്നെ നെയ്യ് നല്ല വില ഓഫർ ഉണ്ടായിരുന്നു. അതെല്ലാ നെയ്യിനും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു മിൽക്കി മിസ്റ്റിനാണെന്ന് തോന്നുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഓഫർ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ, അതായത് അതിപ്പോൾ ഉപയോഗ സാധനങ്ങളെന്ന് പറയില്ലല്ലോ. പിന്നെ നൂഡിൽസ് പല പാറ്റേൺ, പിന്നെ ബിസ്ക്കറ്റ്സ്, പിന്നെ മസാലകൾ, അങ്ങനെയുള്ള കണ്ടമാനം സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മെയിനായിട്ട് അങ്ങനത്തെയാണ് വാങ്ങിച്ചത്. ഇന്ന് വെളിച്ചെണ്ണയ്ക്ക് 300 എത്രയോ രൂപയാണ് 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക്. അങ്ങനെ ദേ ചാക്കോച്ചനെ കൊണ്ടുവന്നു വിട്ടു. അപ്പോൾ ചാക്കോച്ചൻ വന്നപ്പോൾ സാധനങ്ങളൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടം. അതുപോലെ കൊക്കക്കോളയ്ക്കൊക്കെ ഭയങ്കര വില കുറവ്. അതൊന്നും നമ്മളിപ്പോൾ സ്ഥിരം കുടിക്കുന്ന സാധനങ്ങളല്ല. ജ്യൂസിന് വില കുറവായിരുന്നു കണ്ടോ. ഈ സ്ലൈസിൻ്റെ എത്ര 62 രൂപയാണ് അങ്ങനെ 1.5 ലിറ്ററിന്. അങ്ങനെ ഞങ്ങൾ രാത്രിയിലേക്കുള്ള ഫുഡും അവിടെ നിന്ന് തന്നെ കേട്ടോ. കുബൂസും മറ്റേ പെപ്പർ ചിക്കൻ, ഈ ഒരൊറ്റ ബൗളുണ്ട് 180 രൂപയാണ് അങ്ങോട്ടാണ് ആയത്. അതായത് അതൊക്കെ ഓഫറിലായിരുന്നു. അതുപോലെ ഞങ്ങൾ കുടിച്ചൊന്നുമല്ല, കുനാഫ ഇത് കഴിച്ചൊന്നുമില്ല, അതൊക്കെ ഓഫറിലായിരുന്നു കേട്ടോ, നന്നായിരുന്നു. ഇതിപ്പോൾ അതല്ല, ഇതിപ്പോൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയതാണ്. ഇത് എന്താ വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് ഞാൻ ചിക്കൻ്റെ ഭാഗത്ത് പോയപ്പോൾ എല്ല് മാത്രമായിട്ട് ഒരു ബോക്സിൽ 37 രൂപ 50 പൈസ അങ്ങോട്ട് തൂക്കാണ് കേട്ടോ. ചിലപ്പോൾ 30-ൻ്റെയും 40-ൻ്റെ ഇടയിലാവും. അപ്പോൾ അത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ കോഴിയുടെ മാത്രം എല്ല് മാത്രം, അതായത് നമ്മൾ ഡോൺ മാർക്കറ്റിൽ നിന്ന് വരുമ്പോൾ കണ്ടിട്ടില്ലേ, എല്ല് മാത്രം ഒരു സെക്ഷൻ, അതിൻ്റെ മാംസം എടുത്തിട്ട് ആ എല്ല്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒട്ടും അത് മെറിച്ച് കാര്യമായിട്ടില്ല കേട്ടോ. ശരിക്കും ഉപയോഗം ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ വാങ്ങിയതും അതിന് വേണ്ടിയാണ്. അപ്പോൾ അവർ പറഞ്ഞു ചിലവരിങ്ങനെ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് കൊണ്ടുപോകാറുണ്ട് എന്നൊക്കെ പറഞ്ഞു, അതായത് ചിക്കൻ സ്റ്റോക്ക് എടുക്കാനായിട്ട്. അങ്ങനെ ഞാനത് വാങ്ങി. ഇവർക്ക് ഭയങ്കര ഇഷ്ടമായി. ശരിക്കും ഒരു 34 രൂപ അങ്ങോട്ടാണ് ആയത്. ശരിക്കും അതിനുള്ളതുണ്ട് അത് കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ ഇവിടെ നിന്നും കിലോന് നല്ല അത്യാവശ്യം കാശ് കൊടുത്തിട്ടാണ് പട്ടികൾക്കുള്ള ഇറച്ചി വാങ്ങിക്കാം. അങ്ങനെ നോക്കിയപ്പോൾ ഇത് ഈ ഒരു ബോക്സ് 35 രൂപയ്ക്ക് കുഴപ്പമില്ല, 3 പേർക്ക് കൊടുക്കണ്ടേ. അങ്ങനെ ഞാൻ ഇന്നത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ കുറേ 2-3 ദിവസമായിട്ട് ഈ തിരക്കിൻ്റെ ഇടയിൽ ന്യൂസുകളും കാര്യങ്ങളും ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്നും ഇട്ടിട്ട് പറയാം കേട്ടോ. ഇതാണ് ലൈം പിക്കിള്, ഇത് നമ്മുടെ മുളക് ഡ്രൈ ചില്ലി ചട്നി. എന്താ ടേസ്റ്റ് എന്നറിയോ, നല്ല ചൂടുള്ള ചോറും, ഇതിന്ന് ചോറല്ല കഞ്ഞി വേണം, അതിൽ ഇതങ്ങോട്ട് ചാലിച്ചിട്ട് ഒരു പപ്പടവും ഉണ്ടെങ്കിൽ ഒരു തുണ്ട് തൈരും കൂടി ഒഴിച്ചിട്ട് അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. വേറെ ഒരു കറിയും വേണ്ട, ഉപ്പേരി പോലും വേണ്ട. അപ്പോൾ അതൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങളിത് കേക്ക്, ഡിമ്പിളിൻ്റെ മാർബിൾ കേക്ക്, ടീ കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ സാധനം 1000 കൂട്ടം കാണിച്ചാൽ അതിൽ ഒരെണ്ണം അവൾ കഴിക്കണത് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ചക്ക ഹൽവ വാങ്ങിച്ചു. ചക്ക ഹൽവയൊക്കെ 50% ഓഫ് ആയിരുന്നു കേട്ടോ. 75 രൂപ അങ്ങോട്ട് ആയുള്ളൂ ഒരു 1/2 കിലോൻ്റെ ഒരു ഇത്. നല്ല ടേസ്റ്റുള്ള ചക്ക ഹൽവ. എനിക്കും ഡിവൈനും ഡോണും ഡാഡിക്കും അതെ ഭയങ്കര ഇഷ്ടം. ഡിമ്പിൾ പിന്നെ തൊടില്ലല്ലോ. അങ്ങനെ ഇതാണ് കേട്ടോ ഇന്ന് നമ്മൾ ഓഫറിലിട്ടിട്ടുള്ള മാലകൾ, മറ്റേ ഫ്ലാഷ് സെയിലിട്ടിട്ടുള്ള, ഓഫറല്ല ഫ്ലാഷ് സെയിലിട്ടിട്ടുള്ള മാലകൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ ഇടാം. അത്യാവശ്യം ഒരു ഫങ്ഷന്, എന്താ പറയുക, കല്യാണങ്ങൾക്കോ ആഘോഷങ്ങൾക്കോ ഒന്നും ഇടാൻ പറ്റുന്നതല്ല. ഞാൻ ഇത് പറയണ കേട്ടോ. അത് കാരണം നിങ്ങൾ കിട്ടിക്കഴിഞ്ഞിട്ട് അയ്യോ ഞങ്ങളിത് ഒറിജിനൽ പാലക്കയാണെന്ന് വിചാരിച്ചു എന്ന് പറയരുതല്ലോ. അറിയാം, വില കൊണ്ട് മനസ്സിലാവും. ഇത് ശരിക്കും 200-ൻ്റെയും 300-ൻ്റെയും ഇടയിലാണ് ഇതിൻ്റെയൊക്കെ വില കേട്ടോ. എല്ലാത്തിൻ്റെയും ഒരു എനിക്ക് തോന്നുന്നു 350-ൻ്റെ മേലെ ഇല്ലയെന്ന് തോന്നുന്നുണ്ട് ഒന്നും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് വിലയും കാര്യങ്ങളും അറിയണമെങ്കിൽ നിങ്ങൾ എനിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. 200, 250, 300 അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വിലകൾ. ചിലതിന് കമ്മലും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ താമരമാല ഹിറ്റായിരുന്നു കേട്ടോ, പറയാണ്ട് വയ്യ. അത്രയധികം നമ്മളുടെ നിന്ന് പോവുകയും ചെയ്തു. കിട്ടിയവരൊക്കെ ഏറ്റവും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്.
ഇപ്പോൾ ഈ കാണുന്നവരിൽ കുറേ പേരുണ്ടാവും നമ്മുടെ ഇന്ന് താമരമാല വാങ്ങിയവർ. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ പറയുന്നുണ്ടാവും ശരി ആൻറ്റി പറഞ്ഞത് നന്നായിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഇതൊക്കെ അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ താമരമാല വാങ്ങിയവർക്കും ഇത് വാങ്ങിക്കാം, കാരണം ആ വില തന്നെ ഇതിനൊക്കെ ആവണുള്ളൂ. അതുപോലെ തന്നെ ഇൻവിസിബിൾ ഉണ്ട്, അത് ഞാൻ ഇതിലുണ്ടെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇതിൽ ഫോട്ടോ കാണാനില്ല. ഇത് കുട്ടികളുടെ സെക്ഷനാണ്, ഞാൻ പറഞ്ഞില്ലേ ഡിംപിളിൻ്റെയും ഡിവൈൻ്റെയും സെക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വില അറിയണത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര തൊട്ട് ഇത്ര വരെ എന്നൊക്കെ പറയണത്. കറക്റ്റായിട്ടൊരു വില ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആൻറ്റി ഇങ്ങനെയാണല്ലോ പറഞ്ഞ് എന്ന് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയാത്തത്. അങ്ങനെ ഇൻവിസിബിൾ മാലകൾ പല പാറ്റേൺ ഉണ്ട്, കുഞ്ഞ് കുഞ്ഞിത് കൊച്ചു കൊച്ചു ബീഡ്സ് ആയിട്ടുള്ള പാറ്റേൺ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കണ്ടതിൽ എന്തെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ അല്ലെങ്കിൽ ഡിവൈൻ്റെയോ ഡിംപിളിൻ്റെയോ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഇപ്പോൾ ഡിവൈൻ്റെ ആയാലും ഡിംപിളിൻ്റെ ആയാലും എല്ലാവരുടെയും നമ്പർ നമ്മളുടെ വീഡിയോസിൻ്റെ കൂടെ ചേർത്തിടുന്നുണ്ട്. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും ഇവർ റീൽസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്, അപ്പോൾ അതിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് ആരോടാണോ സൗകര്യം എന്ന് വെച്ചാൽ അവരോട്, എന്നോടോ ഡിംപിളിനോടോ ഡിവൈനോടോ ആർക്കാണോ മെസ്സേജ് അയക്കാൻ നിങ്ങളുടെ മനസ്സ് പറയണത് മെസ്സേജ് അയക്കാം. ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഞങ്ങൾ 3 പേരും കാണിച്ചു തരും. 3 പേരുടെയും ഒന്നാണ്, അല്ലാണ്ട് അവരെ വിളിച്ചു ഇവരെ വിളിച്ചു 3 പേരുടെയും കാര്യങ്ങൾ ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞാൻ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക. ഓണമൊക്കെയാണ് വരുന്നത്, പിന്നെ ഇത് ചെറിയ കുട്ടികൾക്കായാലും ഇട്ട് നമുക്ക് ധൈര്യമായിട്ട് ഇടാം. കാരണം പ്ലേറ്റ് ചെയ്യണ സാധനം അല്ലെങ്കിൽ പോലും കുട്ടികൾക്ക് ധൈര്യമായിട്ട് ഒരു പ്രശ്നങ്ങളില്ലാണ്ട് ഉപയോഗിക്കാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ പരിപാടി അങ്ങോട്ട് ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഒതുക്കണ വീഡിയോ ഡിവൈൻ്റെ വ്ളോഗിൽ കാണും കേട്ടോ. ഞാൻ ഒതുക്കാൻ നിൽക്കുമ്പോൾ ഡിവൈനെ കൊണ്ടാണ് എടുപ്പിച്ചത്. അപ്പോൾ ഡിവൈനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണിച്ചോളൂ എന്ന്. ഇഷ്ടം പോലെ മറ്റേ ഫ്രോസൺ ഫുഡ്സ് ഓഫർ ഉണ്ട് കേട്ടോ. സോസേജായിട്ടും നഗറ്റ്സായിട്ടും കുറേ സാധനങ്ങൾ ഏത് തരം വേണേൽ, ഐസ്ക്രീമൊക്കെ ഇഷ്ടം പോലെയുണ്ട്. നമ്മൾ പിന്നെ അതൊന്നും വാങ്ങിയില്ല എന്ന് മാത്രം. അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അപ്പം നിങ്ങൾ ഡിവൈൻ്റെ വീഡിയോയിൽ ലുലുവിലത്തെ ഓഫർ കാണണമെങ്കിൽ ഡിവൈൻ്റെ നാളത്തെ വീഡിയോ മുടങ്ങാണ്ട് വേഗം കാണുക. നാളെ ഒറ്റ ദിവസം കൂടി ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട് ഓഫർ. അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു. ബൈ.